വേനൽ ചൂടിന് ആശ്വാസമേകുവാൻ ഇനി നിലമ്പൂരിന്റെ മണ്ണിൽ വിളഞ്ഞ തണ്ണിമത്തനുകളും. മധുരമുള്ള തണ്ണിമത്തനുകളാണ് നിലമ്പൂരിന്റെ മലയോരത്ത് നൂറുമേനി വിളവുമായി നിൽക്കുന്നത്. കാർഷിക മേഖലയായ ചാലിയാർ പഞ്ചായത്തിലെ മണ്ണുപാടത്താണ് തണ്ണിമത്തന്റെ വിളവെടുപ്പ് നടന്നത്. നിലമ്പൂരിന്റെ മണ്ണിൽ വിളഞ്ഞ തണ്ണിമത്തനുകൾ വാങ്ങുവാൻ നിരവധി പേരാണ് എത്തിയത്. ചാലിയാർ പഞ്ചായത്തിലെ മണ്ണുപാടത്ത് 5 ഏക്കർ സ്ഥലത്തുള്ള ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിക്കിടയിൽ ഇടവിളയായാണ് തണ്ണിമത്തൻ കൃഷിയുള്ളത്. മലപ്പുറം ജില്ലയിലെ തന്നെ പ്രധാന ഡ്രാഗൺ ഫ്രൂട്ട് കർഷകരായ നിലമ്പൂരിലെ ചെറുപുഷ്പം പയസ്, ജോസ് തോമാച്ചൻ, മൈലാടി സ്വദേശികളായ നാലകത്ത് സെമി, ഹൂദ് എന്നിവർ ചേർന്ന് പരീക്ഷണാടിസ്ഥാനത്തിലാണ് മേഖലയിൽ ആദ്യമായി തണ്ണിമത്തൻ കൃഷി നടത്തിയത്. കൃഷിയിൽ 100 മേനി വിളവ് ലഭിച്ച സന്തോഷത്തിലാണ് ഈ കർഷകർ. ഇന്ന് വിളവെടുപ്പിൽ ലഭിച്ചത് 7 കിലോ വരെ തൂക്കമുള്ള തണ്ണിമത്തനുകൾ. ആദ്യ കൃഷിയിൽ 20,000 തണ്ണിമത്തനുകളാണുള്ളത്. നിലവിൽ 1 കിലോ തണ്ണിമത്തന് 25 രൂപ പ്രകാരമാണ് ഇവർ ആവശ്യക്കാർക്ക് നൽകിയത്. വിളവെടുത്ത ആയിരക്കണക്കിന് തണ്ണിമത്തൻ മണിക്കൂറുകൾ കൊണ്ട് വിറ്റുപോയി. കരിങ്ങലത്താണിയിൽ നിന്നും കൊണ്ടുവന്ന ഉൽപാദന ശേഷി കൂടിയ ഹൈബ്രിഡ് വിത്തുകളാണ് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിക്കിടയിൽ ഇടവിളയായി കൃഷി ചെയ്തതെന്ന് ഇവർ പറഞ്ഞു. ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഡ്രാഗന്റെ ഇടയിൽ ഇടവിളയായിട്ടാണ് ചെയ്തത്. ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ സ്ഥലം വെറുതെ കിടന്നപ്പോൾ അങ്ങനെ ഒരു ഐഡിയ തോന്നിയിട്ട് ഞങ്ങൾ ചെയ്തത്. അത് വിജയിക്കുമെന്ന് ഞങ്ങൾക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു, ഈ രീതിയിൽ വിജയിക്കുമെന്ന്. അപ്പം നല്ല വിത്ത് കിട്ടി, പിന്നെ നല്ലൊരു അഡ്വൈസറെ കിട്ടി. ഇത് ചെയ്യുന്ന രീതികൾ ഞങ്ങൾക്ക് പരിചയമില്ലാത്തൊരു കൃഷിയത്. ഞങ്ങൾ ഡ്രാഗണാണ് ബേസിക്കലി ചെയ്യുന്നത്. തണ്ണിമത്തൻ ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യുക. അപ്പോൾ ഒരു നല്ല വിത്ത്, നല്ലൊരു അഡ്വൈസറെ, കൃഷി ഓഫീസർ, ഒരു പ്രൈവറ്റ് ആൾക്കാർ വന്നിട്ട് ഇതിൻ്റെ അഡ്വൈസൊക്കെ തന്ന് ഡ്രിപ്പ് ഇറിഗേഷനും ഡ്രിപ്പിൽ കൂടെ വളങ്ങളും ഒക്കെ കൊടുത്ത് അതിൽ 60 ദിവസം കൊണ്ട് ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും നല്ലൊരു റിസൾട്ടാണ് അതിന് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ പഴവും നല്ല ടേസ്റ്റാണ്. പുറത്തുനിന്ന് വരുന്ന പഴത്തിനേക്കാളും കളറും ഉണ്ട്, മധുരവും ഉണ്ട്. അപ്പൊ നമ്മൾക്കൊരു ഏക്കറിലൊരു 10,000 കിലോ വെച്ച് കിട്ടുമെന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഞങ്ങളിപ്പോ പറിച്ചു തുടങ്ങിയതേ ഉള്ളൂ. നല്ല ഡിമാൻഡുമാണ് ഇവിടെ. ലോക്കലി ഇതെല്ലാം റീറ്റെയിൽ ആയിട്ട് തന്നെ മുഴുവൻ വിൽക്കാൻ പറ്റുന്നുണ്ട്. നമുക്കൊരു ഡിമാൻഡിനനുസരിച്ച് കൊടുക്കാൻ കഴിയണില്ല. തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നുമാണ് പ്രധാനമായ മലപ്പുറം ജില്ലയിലേക്ക് ഉൾപ്പെടെ തണ്ണിമത്തൻ നിലവിൽ കൊണ്ടുവരുന്നത്. നമ്മുടെ മണ്ണിലും തണ്ണിമത്തൻ 100 മേനി വിളവ് തരുമെന്ന് ഈ കർഷകർ തെളിയിച്ചു കഴിഞ്ഞു. 60 ദിവസങ്ങൾ കൊണ്ട് വിളവെടുപ്പ് നടത്തുവാൻ കഴിയുമെന്നതാണ് ഈ കൃഷിയുടെ നേട്ടം. വേനൽക്കാലത്ത് മാത്രമാണ് തണ്ണിമത്തൻ കൃഷി ചെയ്യുക. 2025 ഡിസംബർ 24 വിത്ത് നട്ട തണ്ണിമത്തനുകളാണ് 62ാം ദിവസം വിളവെടുത്തത്. നെൽപ്പാടങ്ങൾ, നല്ല രീതിയിൽ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലങ്ങളിൽ എല്ലാം തണ്ണിമത്തന് 100 മേനി വിളവ് ലഭിക്കും. നിലമ്പൂരിന്റെ മണ്ണിൽ സ്വർണ്ണത്തിളക്കമുള്ള തേക്കുകൾ മാത്രമല്ല, എല്ലാ കൃഷികളും 100 മേനി വിളവ് തരും എന്ന സന്ദേശമാണ് ഈ കർഷകർ നൽകുന്നത്. സ്ഥലങ്ങൾ പാട്ടത്തിന് ലഭിച്ചാൽ കൂടുതൽ സ്ഥലത്തേക്ക് ഇവർ അടുത്ത വർഷം തണ്ണിമത്തൻ കൃഷി നടത്തും. ഗോൾഡ്, പ്യൂർ ഗോൾഡ്. ഗ്രൂപ്പ് നിലമ്പൂർ.